ഇരിക്കുന്നു. വാ. നീ തനിച്ചുള്ളോ? എവിടെ നിന്റെ മുത്തശ്ശി? ഓ, ഇവൾക്ക് മുത്തശ്ശിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ചെറിയമ്മേ. അതില്ലാതെ തന്നെ ആളുകളെ പറ്റിക്കാനുള്ള കഴിവുണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു നിന്നെ. കാണിച്ച കൂട്ടിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നതാ ഞാനും ചെറിയമ്മേ. എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോലും ബുദ്ധിയില്ലാത്തവളായി അഭിനയിച്ചല്ലോ നീ. സത്യം പറഞ്ഞ അത് കേട്ടപ്പോ തുടങ്ങി ഞങ്ങളുടെ കൈ ധരിക്കുന്നതാ. നിങ്ങൾ കരുതും പോലെ അല്ല. എനിക്ക് ശരിക്കും ബുദ്ധിയില്ലായിരുന്നു. അന്ന് ജയഭാരതി മുത്തശ്ശി എന്നെ അടിച്ചില്ലേ, ആ അടിയിലാ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേ. അയ്യോ, ഞങ്ങളത് വിശ്വസിച്ചു. ദേ, ജയഭാരതി മുത്തശ്ശി അടിച്ച അടിയില് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. അതെ അതെ. പക്ഷേ അതിനു മുൻപ് നിനക്ക് ഇവിടുന്ന് ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ടല്ലോ. ദേ, വരുൺ നിന്നെ പിടിച്ച് തള്ളിയിട്ട് പടിയിന്ന് നീ വീണപ്പോ നിന്റെ തല വരെ പൊട്ടിയില്ലേ? എന്നിട്ട് അന്ന് എന്താടി നിന്റെ ബോധം തിരിച്ചു വരാതിരുന്നത്? ഓ, ഞങ്ങൾക്കത് ഓർമ്മ കാണുമെന്ന് നീ കരുതിയില്ല അല്ലേ? ഏട്ടത്തി, നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ ഉദ്ദേശം രാധിക ഇവിടുന്ന് പുറത്താക്കാന്നുള്ളതായിരുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും അത് തന്നെയല്ലേ ആഗ്രഹിച്ചേ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇനി ഒരിക്കലും വരില്ല. ഇപ്പൊ ആഭരണങ്ങൾ എടുത്തു തരാൻ പറഞ്ഞതേ രാധികയ്ക്ക് മരണത്തിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയാ. വക്കീലന്മാരൊക്കെ ഒരുപാട് പണം ചോദിക്കുന്നു. എന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഒരു നിവൃത്തിയും ഇല്ല. അതല്ല എന്റെതല്ലേ. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വരുണും രാധികയും തമ്മിൽ പിരിഞ്ഞ എല്ലാവർക്കും അത് നല്ലതല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേ ഏട്ടത്തി. ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരുന്ന കാര്യത്തിനെ കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. എന്റെ പൊന്നു മോളെ, നിനക്ക് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ചെന്ന് കയറാൻ ദേവനാരായണ തിരുമേനിയുടെ വീടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ സ്വന്തം വീടുകളിൽ പോലും കയറ്റില്ല. ഏട്ടത്തി പ്ലീസ്. പിന്നെ ഞാൻ നിനക്ക് ഒരു മാർഗം പറഞ്ഞുതരാം. നീ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് കാര്യം അവതരിപ്പിക്ക്. അയ്യോ, അമ്മയുടെ മുമ്പിലേക്ക് ചെല്ലാൻ എനിക്ക് മതിയടി. നീയേ ഒരുപാട് നിഷ്കളങ്കതയൊന്നും കാണിക്കല്ലേ, അത് നിന്റെ മുഖത്തിന് ചേരില്ല. ബോറ. ദേ, നീ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിന്റെ ആവശ്യം പറഞ്ഞ അവിടെ ഞങ്ങൾ രണ്ടുപേരും നിന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആഭരണം കൊണ്ടേ നീ പുറത്തു പോകും. അതാവുമ്പോ നിനക്ക് നിന്റെ കാര്യം നടക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷം ഉണ്ടാവുകയില്ല. എന്തു പറയുന്നു? ചെറിയമ്മ, അത് ഓ, നിനക്കിനി എന്താടി നാണം കെടാനുള്ളത്? നീ ധൈര്യമായിട്ട് അമ്മയുടെ മുമ്പിലേക്ക് വാ. ദേ, ഞങ്ങൾ ഇപ്പൊ പോവാം. നീ പതുക്കെ അങ്ങോട്ട് വന്നാ മതി. അല്ല, ശരി ഏട്ടത്തി. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയ നിലയ്ക്ക് നിന്റെ ആഭരണങ്ങളൊന്നും കണിമംഗലത്ത് സൂക്ഷിക്കണ്ടെന്ന് അവര് തീരുമാനിക്കും. അതുകൊണ്ട് സ്വർണം ഗ്യാരണ്ടി. ശരി, വാ. വാ.